ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാമത്തെ അധ്യായം ആരംഭിച്ചിരുന്നു. 4-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. പാഠത്തിൻ്റെ ആമുഖ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അവർ ഒരുപാട് ചൂഷണ നയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചൂഷണാത്മകമായ നിയമങ്ങളൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ചൂഷണ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ബ്രിട്ടീഷുകാർ ഉന്നം വെച്ചത് ഇന്ത്യയിലെ കർഷകരെയായിരുന്നു. സമ്പന്നമായ ഇന്ത്യയിലെ കർഷക സമൂഹത്തെ ബ്രിട്ടീഷുകാർ ഏറ്റവും ആദ്യമായി ചൂഷണം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ബ്രിട്ടീഷുകാർ വ്യത്യസ്തമായ ഭൂനികുതി വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നു. ഈ ഭൂനികുതി വ്യവസ്ഥകളുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ വരുമാനം പരമാവധി ഉയർത്തുക എന്നതായിരുന്നു. കർഷകന്റെ വരുമാനത്തെ പരിഗണിക്കാതെ തങ്ങളുടെ ലാഭം പരമാവധിയിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പല ഭൂനികുതി വ്യവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽ വാരി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ഇന്ത്യയിലെ കർഷകരുടെ നട്ടലൊടിക്കുന്നതായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ച എന്നോണം നമ്മൾ വീണ്ടും പഠിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാൻ വേണ്ടി പ്രയാസപ്പെട്ടിരുന്ന ഇന്ത്യയിലെ കർഷകർ പലപ്പോഴും നികുതി അടയ്ക്കാൻ വേണ്ടി കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി പണയപ്പെടുത്തി വായ്പകളൊക്കെ എടുക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു കർഷകർക്ക്. അത്രയും പ്രയാസപ്പെട്ടിരുന്നു ഇന്ത്യയിലെ കർഷകർ നികുതി അടയ്ക്കാൻ വേണ്ടി. ഈ ഒരു പരിതാപകരമായ അവസ്ഥ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ കൃഷിയിടങ്ങളൊക്കെ വാണിജ്യവൽക്കരിക്കപ്പെടാൻ തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന തുക നികുതിയായി മുൻകൂറായി നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് തന്നെ കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ വിപണിയിൽ ധാരാളമായി വില ലഭിക്കുന്ന നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ഇന്ത്യയിലെ കർഷകർ നിർബന്ധിതരാകുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത കർഷകരുടെ പ്രധാനപ്പെട്ട അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതും അതോടൊപ്പം തന്നെ അവരുടെ ഗ്രാമത്തിന് വേണ്ടിയുള്ളതും മാത്രം ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത കാർഷിക രീതി എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്? ഓരോ കർഷകനും തൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ളതും അതോടൊപ്പം തന്നെ തൻ്റെ ഗ്രാമത്തിനും ആവശ്യമുള്ളത് മാത്രമായിരുന്നു ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ശേഷം മിച്ചം വരുന്നതായിരുന്നു അക്കാലത്ത് കർഷകരെ കച്ചവടം ചെയ്തിരുന്നത്. പ്രധാനമായും ഭക്ഷ്യവിളകളായിരുന്നു ഇന്ത്യയിലെ കാർഷിക നിലങ്ങളിൽ, കൃഷി നിലങ്ങളിൽ പ്രധാനമായും വിളഞ്ഞിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവർ അമിതമായി നികുതി ഉയർത്തിയപ്പോൾ അവർക്ക് നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലെ കർഷകർ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ വാണിജ്യ വിളകൾ എന്നൊക്കെ പറയാം. അതായത് വിപണിയിൽ ധാരാളം വില ലഭിക്കുന്ന നാണ്യവിളകൾ, കച്ചവട ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന കാർഷിക വിളകളാണ് വാണിജ്യ വിളകൾ. ഓക്കെ, ഇത്തരം വാണിജ്യ വിളകൾക്ക് ആ കാലഘട്ടത്തിൽ വിപണിയിൽ നല്ല വില ലഭിക്കാറുണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ധാരാളമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുമായിരുന്നു. ബ്രിട്ടീഷുകാർ പ്രധാനമായും ഉയർന്ന വില കൊടുത്ത് വാങ്ങിയിരുന്ന വിളകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിളകളായിരുന്നില്ല. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളൊന്നും, തിന്നാൻ ആവശ്യമായ വിളകളൊന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ട. ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് അവരുടെ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരുന്നു പ്രധാനമായും വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഉയർന്ന വില നൽകിയിരുന്നത് വാണിജ്യ വിളകൾക്കായിരുന്നു. അങ്ങനെ ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ വേണ്ടി ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ കർഷകർ വിപണിയിൽ നന്നായി വില ലഭിക്കുന്ന വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു. നോക്കണം നിങ്ങൾ, ഇന്ത്യയിലെ കർഷകരുടെ പാരമ്പര്യം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു, അവർക്ക് ആവശ്യമുള്ളതും അവരുടെ കുടുംബത്തിന് ആവശ്യമുള്ളതും അതോടൊപ്പം തന്നെ ഗ്രാമത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഉൽപാദനം നടത്തിയിരുന്നത്. അവർക്കന്ന് വിപണിയിൽ വില ലഭിക്കുന്ന ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ വിള എന്ന ഒരു ആശയമേ അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർ അങ്ങനെ മാറ്റപ്പെട്ടു. നികുതി അടയ്ക്കാൻ വേണ്ടി പണം തികയ്ക്കാൻ വേണ്ടിയായിരുന്നു അവർ വാണിജ്യ വിളകൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇന്ത്യയിലെ കൃഷിയിടങ്ങളൊക്കെ ബ്രിട്ടനിലെ വ്യവസായശാലകൾക്ക് ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളായി മാറ്റപ്പെട്ടു. ഈ ഒരു മാറ്റത്തെ വിളിച്ചു പേരായിരുന്നു കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതായത് പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം കൃഷി ചെയ്തിരുന്ന ഇന്ത്യയിലെ കർഷകര്
വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് വിപണിയിൽ ധാരാളമായി വില ലഭിക്കുന്ന കാർഷിക വിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അതിന്റെ ഫലമായി ഇന്ത്യയിലെ കൃഷിയിടങ്ങളൊക്കെ വാണിജ്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഈ ഒരു മാറ്റത്തെ, ഈ ഭക്ഷ്യവിളകളിൽ നിന്നും വാണിജ്യ വിളകളിലേക്കുള്ള ഈ മാറ്റത്തെ വിളിച്ച പേരായിരുന്നു കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ കർഷകരൊക്കെ ലാഭക്കൊതിയന്മാരായി മാറിയത് കൊണ്ടല്ല നമ്മൾ വാണിജ്യ വിളകൾ കൃഷി ചെയ്തത്, മറിച്ച് ഉയർന്ന ഭൂനികുതി കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ തെരഞ്ഞെടുത്തത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ വ്യവസായശാലകൾക്ക് ആവശ്യമുള്ള വിളകൾ ഏതൊക്കെയാണോ അത്തരം വിളകൾ മാത്രമായി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ കൃഷി നിലങ്ങള് ബ്രിട്ടന് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമായി മാറ്റിവെക്കപ്പെട്ടു. ഓക്കെ, ഇതാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ആരംഭിച്ച പ്രധാനപ്പെട്ട വാണിജ്യ വിളകളാണ് ഇനി പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം നിങ്ങൾ. ഈ വാണിജ്യ വിളകളുടെ പ്രത്യേകത എന്താ? അപ്പൊ വ്യവസായശാലകൾ പല വ്യവസായങ്ങൾക്കും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരിക്കും, ഭക്ഷ്യയോഗ്യമായിരിക്കില്ല. നോക്കാം, അത്തരത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വാണിജ്യ വിളകൾ ഏതെല്ലാമായിരുന്നു? ഏറ്റവും ആദ്യം നീലം. നീലം എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഇൻഡിഗോ ഉപയോഗിക്കുന്നതിന് വേണ്ടി ചായം മുക്കാൻ വേണ്ടിയാ, വസ്ത്രങ്ങൾക്ക് ചായം മുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നീലം. ഓക്കെ, നീലത്തിന്റെ ഉപയോഗം നമുക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ 17-18 നൂറ്റാണ്ടുകളിലൊക്കെ വളരെ വ്യാപകമായി വ്യവസായങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു അസംസ്കൃത വസ്തുവായിരുന്നു നീലം. കാരണം ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളെ കണിയുന്ന കളർഫുൾ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കൃത്രിമമായി നിറം നൽകുന്നതാണ്. കോട്ടന്റെ നൂല്, കോട്ടൺ കൊണ്ട് നിർമ്മിക്കുന്ന നാര് അല്ലെങ്കിൽ നൂലിന് കൃത്രിമമായി നിറം കൊടുത്തിട്ടാണ് പല വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലോ അന്ന് കോട്ടന് വെള്ള നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളയ്ക്ക് പല കളറുകൾ കൊടുക്കണം, അതോടൊപ്പം തന്നെ വെള്ളയുടെ വെണ്മ നിലനിർത്താനും നീലം ആവശ്യമായിരുന്നു. ഓക്കെ, അങ്ങനെ ചായം മുക്കൽ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീലം ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യാൻ തുടങ്ങി. കാരണം ബ്രിട്ടനിൽ ധാരാളമായിട്ട് എന്തുണ്ടായിരുന്നു? നീലം ഫാക്ടറികൾ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ധാരാളമായിട്ട് തുണി വ്യവസായശാലകൾ ഉണ്ടായിരുന്നു. ആ തുണി വ്യവസായശാലകൾക്ക് ധാരാളമായി നീലം ആവശ്യമായിരുന്നു. അപ്പൊ നീലത്തിന് നല്ല വില ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. ഓക്കെ, വലിയ വിലയ്ക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് നീലം വാങ്ങിയെടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ കർഷകർ ആദ്യമായി തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട വാണിജ്യ വിള നീലമായിരുന്നു. നീലം പ്രധാനമായി കൃഷി ചെയ്തിരുന്നത് ബീഹാർ മേഖലയിലായിരുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചമ്പാരനൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ബംഗാൾ, ബീഹാർ ആ ഭാഗങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നീലം കൃഷി ചെയ്തിരുന്നത്. രണ്ടാമത്തെ നോക്ക് നിങ്ങൾ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വസ്ത്രങ്ങൾ അല്ലേ? നമ്മളൊക്കെ അണിയുന്ന വസ്ത്രങ്ങളൊക്കെ അധികവും നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? പരുത്തി കൊണ്ടാണ്, കോട്ടൺ കൊണ്ടാണ് അല്ലേ? അപ്പൊ പരുത്തി പ്രധാനമായി കൃഷി ചെയ്യപ്പെട്ടത് എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമായിരുന്നു. ഓക്കെ, മറ്റൊരു കാർഷിക വാണിജ്യ വിളയായിരുന്നു ഏത്? ഷുഗർ. ഓക്കെ, ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര അല്ലേ? പഞ്ചസാരയ്ക്ക് ആവശ്യമായ കരിമ്പാണ് നമ്മൾ ഉപയോഗിക്കില്ല. കരിമ്പ് എന്ന കാർഷിക വിള ഉപയോഗിച്ചിട്ടാണ് അതിനെ ഒരുപാട് വ്യവസായ പ്രക്രിയകൾക്ക് ശേഷം അതിനെ പഞ്ചസാരയാക്കി മാറ്റും. ഓക്കെ, അതുകൊണ്ട് പഞ്ചസാര അല്ലെങ്കിൽ കരിമ്പ് അല്ലേ? കരിമ്പ് ധാരാളമായി കൃഷി ചെയ്യപ്പെട്ടത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലായിരുന്നു. കൂടാതെ തേയില പ്രധാനമായും കൃഷി ചെയ്യപ്പെട്ടത് അസാമിലും കേരളയിലുമായിരുന്നു. കൂടാതെ ചണം അല്ലെ? ചണം എവിടെയാണ് പ്രധാനമായി കൃഷി ചെയ്തിരുന്നത്? ബംഗാൾ മേഖലയിലായിരുന്നു. മറ്റൊന്ന് ഏതാണ്? ഏറ്റവും അവസാനം ഗോതമ്പ് പ്രധാനമായി കൃഷി ചെയ്യപ്പെട്ടത് പഞ്ചാബിലായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വാണിജ്യ വിളകൾ ധാരാളമായി ഇന്ത്യക്കാർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ, ഏത് കാലഘട്ടത്തിലാ? കൃഷിയുടെ വാണിജ്യവൽക്കരണ കാലഘട്ടത്തിലായിരുന്നു ഇത് നടപ്പിലായത്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വാണിജ്യ വിളകളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കിടക്കുന്നത് നീലമാണ്. നമ്മൾ ഇന്ന് അത്ര അറിയാത്ത, നമുക്ക് ഇന്ന് അത്ര പരിചയമില്ലാത്തൊരു കാർഷിക വിളയാണ് നീലം. കാരണം നീലത്തിന് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കൃത്രിമ ചായങ്ങളാണ്. കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ എന്തിനാ സാധ്യതയില്ലാതെയും മാറി? നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞു. എന്നാലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ നീലം രാജാവാണ്. നല്ല വില ലഭിക്കുന്ന ഒരു കാർഷിക വിളയാണ് നീലം. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലെ കർഷകർ ധാരാളമായി നീലം കർഷകർ ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലായിട്ട് ഉടലെടുക്കാൻ തുടങ്ങി. കാരണം എന്താ? നീലത്തിന് നല്ല വില ലഭിക്കുന്നത് കൊണ്ട് തങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ധാരാളമായി നീലം വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ കർഷകർ. ഓക്കെ, നീലത്തിന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ നല്ല ഉയർന്ന വില ലഭിച്ചിരുന്നു. ഓക്കെ, ഉയർന്ന വില ലഭിക്കുമായിരുന്ന നീലം ഇന്ത്യയിലെ കർഷകരുടെ ഒരു പ്രിയപ്പെട്ട വിളയായി മാറുന്നു. ബ്രിട്ടീഷുകാർക്ക് ധാരാളമായി നീലം ആവശ്യമായിരുന്നു. 18-ാം നൂറ്റാണ്ടോടുകൂടി വ്യാവസായിക വിപ്ലവം ഉണ്ടാകുന്നു ബ്രിട്ടനിൽ. ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച വ്യവസായം അത് തുണി വ്യവസായമായിരുന്നു. ബ്രിട്ടനിലെ ധാരാളമായിട്ടുള്ള ഈ ടെക്സ്റ്റൈൽ യൂണിറ്റുകൾക്ക്, ധാരാളമായിട്ടുള്ള തുണി വ്യവസായശാലകൾക്ക് നീലം
ബൾക്കായിട്ട് വലിയ അളവിൽ നീലം ആവശ്യമായിരുന്നു. നീലമാണെങ്കിൽ അവരുടെ നാട്ടിൽ അങ്ങനെ നീലം ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് എവിടെയെങ്കിലൊക്കെ കിട്ടിയിട്ട് വേണം. അപ്പൊ ഇന്ത്യയിൽ ധാരാളമായി നീലം ഉണ്ടെന്നു. അപ്പൊ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരായ വ്യവസായികൾ ധാരാളമായി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ ധാരാളമായി നീലം ശേഖരിക്കാൻ തുടങ്ങി. അവർ നീലം ശേഖരിച്ചുകൊണ്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇന്ത്യയിൽ നീലത്തിന് വളരെ വലിയ വിപണി ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ കർഷകരൊക്കെ നീലത്തിന്റെ പിറകെ പോകാൻ തുടങ്ങി. ഈ അവസരത്തിൽ കൂടുതൽ കർഷകരെ നീലം കൃഷി ചെയ്യാൻ വേണ്ടി ആകർഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരായ വ്യവസായികൾ ഇന്ത്യയിലെ നീലം കർഷകർക്ക് മുൻകൂറായി പണം കൊടുക്കാൻ തുടങ്ങി. എടാ ചെയ്യടാ, കൃഷി ചെയ്യടാ, എങ്ങനെയെങ്കിലും ചെയ്യ്, നീലം ചെയ്യ്. നീലം ചെയ്യാൻ വേണ്ടി ഇവരെ എന്ത് ചെയ്യുക, ഇന്ത്യയിലെ കർഷകരെ ഇവര് എന്താ സൈക്കിൾ കയറ്റാണ്, മോട്ടറാക്കാണ് മാക്സിമം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇന്ത്യയിലെ കർഷകരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പണം മുൻകൂറായി കൊടുക്കുകയാണ്. എന്നാ പിടിച്ച പൈസ ആദ്യം പിടിച്ചു ജി, എന്നിട്ട് സാധനം തന്നാൽ മതി അല്ലേ എന്ന പോലെ മുൻകൂറായി പണം കൊടുത്തിട്ട് കൃഷി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ കർഷകർ വലിയൊരു ആശ്വാസമായാലും ഇന്ത്യയിലെ കർഷകർക്ക്, കാരണം നികുതി അടയ്ക്കാൻ പൈസ തയ്യില്ല. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ വ്യവസായികൾ എന്ത് തരികയാണ്, ഗീസയിൽ അഡ്വാൻസ് ആയിട്ട് പണം തരികയാണ്. അങ്ങനെ ഇത് കർഷകർക്ക് വലിയ ആശ്വാസമായി. അങ്ങനെ കൂടുതൽ കർഷകർ എന്ത് ചെയ്തു, നീലം കൃഷി ചെയ്യാൻ തുടങ്ങി. നെല്ല് കൃഷി ചെയ്തിരുന്ന കർഷകരൊക്കെ മാറ്റി എന്ത് ചെയ്തു, അവരൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ നീലം കൃഷി ചെയ്യാൻ തുടങ്ങി. വ്യാപകമായി ഇന്ത്യയിലെ കർഷകർക്ക് സന്തോഷമായി, നീലം കർഷകർക്ക് വലിയ കുശാലായി. അങ്ങനെ ഈ മുൻകൂറായിട്ട് പണം ബ്രിട്ടീഷുകാരായ വ്യവസായികളിൽ നിന്നും നീലം കൃഷി ചെയ്യാൻ വേണ്ടി മുൻകൂറായി പണം സ്വീകരിച്ച കർഷകർക്ക് ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു, ഒരു കെണി ഉണ്ടായിരുന്നു. എന്താ, മുൻകൂറായി പണം സ്വീകരിച്ച ഓരോ കർഷകനും തന്റെ കൃഷിഭൂമിയുടെ ഒരു നിശ്ചിത ഭൂപ്രദേശം നീലത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കുന്ന ഭൂപ്രദേശം ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരിക്കുകയും വേണം. നോക്കണം, മുൻകൂറായി പണം സ്വീകരിച്ച ഓരോ കർഷകന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണിത്. എന്താ, തന്റെ കൃഷിഭൂമിയുടെ ഒരു നിശ്ചിത ഭാഗം എന്തിനു വേണ്ടി മാത്രം, നീലത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശത്ത് മാത്രമായിരിക്കണം നീലം വിളയിക്കേണ്ടത്. നോക്കും നിങ്ങൾ. അപ്പൊ നേരത്തെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയിലെ കർഷകർ ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത്, തന്റെ കുടുംബത്തിന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളൊക്കെ. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രപ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിൽ പോലും കർഷകർ എന്ത് ചെയ്തു, നീലം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ, അങ്ങനെ ഈ കൃഷി അങ്ങനെ വർഷങ്ങൾ എടുത്തുകൊണ്ട് നീലം വ്യാപകമായ തോതിൽ ഇന്ത്യയില് കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലങ്ങൾ പോലും നീലത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കർഷകർ എത്തുന്നു. ഇത് ഭക്ഷ്യോൽപാദനം കുറയാൻ കാരണമാകുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, തങ്ങൾക്ക് ധാരാളം പണം കിട്ടുന്നുണ്ടല്ലോ എന്ന ഒരു ആശ്വാസമായിരുന്നു കർഷകർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് തുടർന്ന് പോയി കുറെ കാലം. പെട്ടെന്ന് പിന്നീട് നമുക്കറിയാം, പിന്നീട് കാലം ഏറെ പുരോഗമിച്ചപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇംഗ്ലണ്ടിൽ എന്ത് കണ്ടെത്തി, കുറച്ചുകൂടി വ്യാവസായിക പുരോഗതി ഇംഗ്ലണ്ടിൽ നടക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ കുറെ കൂടെ മെച്ചപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ കൃത്രിമ ചായങ്ങൾ കണ്ടെത്തി. അത് ആർട്ടിഫിഷ്യൽ കളർ, കൃത്രിമമായി നിറം നിർമ്മിക്കുന്ന വിദ്യ കണ്ടെത്തിയതോടുകൂടി നീലത്തിന് ആവശ്യകത ഇല്ലാതെ മാറി. നോക്ക് നിങ്ങൾ, ബ്രിട്ടനിൽ എന്ത് കണ്ടുപിടിച്ചു, കൃത്രിമ ചായങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മിക്കുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യ ബ്രിട്ടനിൽ കണ്ടെത്തിയതോടുകൂടി ഇന്ത്യയിലെ നീലം അവർക്ക് ആവശ്യമില്ലാതെ മാറി. ഓക്കെ, അതോടൊപ്പം തന്നെ വിളവെടുപ്പ് കാലങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാരായ ഏജന്റുമാർ വന്ന് ഇടപെടും. ഈ ഏജന്റുമാർ വില പേശി കർഷകർക്ക് ഒന്നും കൊടുക്കാതെ ഇടനിലക്കാരെ ഏജന്റുമാർ എന്ത് ചെയ്യും, അവർക്ക് ഉയർന്ന ലാഭം നിർമ്മിക്കാൻ വേണ്ടി അവർ കർഷകർക്ക് തുച്ഛമായ പണം കൊടുക്കുകയും അവർ ഉയർന്ന വിലയ്ക്ക് അത് മറിച്ച് വിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഏജന്റുമാരുടെ ഇടപെടൽ മൂലവും കൂടാതെ വലിയ അപകടം എന്തായിരുന്നു, കൃത്രിമ ചായങ്ങളായിരുന്നു. കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നീലം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമില്ലാതെ മാറി. ബ്രിട്ടീഷുകാർ മുൻകൂറായി പണം നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ട് ഫലഭൂയിഷ്ഠമായ പ്രദേശത്ത്, നിശ്ചിത ഭൂപ്രദേശത്ത് കർഷകരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വ്യാപകമായി നീലം കൃഷി ചെയ്യിപ്പിച്ചു. അപ്പൊ പെട്ടെന്ന് അവർ പറയാണ്, ഞങ്ങൾക്ക് ഇനി നീലം ആവശ്യമില്ല എന്ന്. ഇതോടുകൂടി തന്റെ കൃഷിയിടത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും നീലത്തിന് വേണ്ടി മാറ്റിവെച്ച് നീലം വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ നോക്കി നിൽക്കുന്ന കർഷകന്റെ അവസ്ഥ പരിതാപകരമായി മാറുന്നു. ചതിച്ചല്ലോ ബ്രിട്ടീഷുകാരെ എന്ന് ഇന്ത്യയിൽ ഓരോ നീലം കർഷകന്മാർ പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ നീലം കർഷകരെ അനുഭവിച്ച പ്രയാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, അല്ലെങ്കിൽ നീലം കർഷകരെ ബാധിച്ച പ്രധാനപ്പെട്ട രണ്ട് പ്രയാസങ്ങൾ. ഒന്ന്, നീലം വിളവെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ഏജന്റുമാർ വന്ന് വില പേശി കർഷകർക്ക് തുച്ഛമായ പണം കൊടുത്ത് അവര് നീലം കൈക്കലാക്കി ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഏജന്റുമാര്, ഇടനിലക്കാരായ ഏജന്റുമാരുടെ ഇടപെടൽ മൂലം നീലം കർഷകർക്ക് നഷ്ടം വന്നു. അതിനുശേഷമാണ് കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്തു, കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിക്കുന്നത്. കൃത്രിമ ചായങ്ങളുടെ വരവോടുകൂടി എന്ത് വേണ്ട, ഇനി കർഷകന്റെ നീലം ആവശ്യമില്ലാതെയായി മാറി. നീലമില്ലാതെ തന്നെ നിറം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എന്താ പറയാ, നമുക്കറിയാം കൃത്രിമമായ ഒരുപാട് നിറങ്ങൾ നിർമ്മിക്കുന്നത്, നമ്മൾ പെയിന്റ് അടിക്കുന്നതൊക്കെ അല്ലേ.
ഇപ്പൊ ഇത്തരത്തിലുള്ള വർണ്ണശബളമായ ഒരുപാട് പെയിന്റുകളും കൃത്രിമ ചായങ്ങളും ഒക്കെ കണ്ടെത്തിയതോടുകൂടി നീലം ആവശ്യമില്ലാതെയും മാറി. അതോടുകൂടി കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലത്തിന് വേണ്ടി മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ അധോഗതി. ഇന്ത്യയിലെ കർഷകർ പ്രയാസപ്പെടുമല്ലോ എന്നുള്ള ആ വേദനയും ദുഃഖവും ആർക്കുണ്ടാവില്ല, ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാവില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും, അവരുടെ വരുമാനവും ലാഭവും മാത്രമേ കൊതിക്കുകയുള്ളൂ. കർഷകർ പാവങ്ങളായിപ്പോയല്ല, അയ്യട അവരെ രക്ഷിക്കണമല്ലോ എന്നുള്ള ചിന്തയൊന്നും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇന്ത്യയിലെ നീലം കർഷകർ വ്യാപകമായി ബ്രിട്ടീഷുകാരുടെ വാക്ക് കേട്ട് നീലം കൃഷി ചെയ്ത കർഷകന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാകുന്നു. പലരും പട്ടിണിയിലാകുന്നു. അങ്ങനെ 1859 ബംഗാളിലെ നീലം കർഷകരൊക്കെ കൂടെ സംഘടിക്കുന്നു. ബംഗാളിലെ നീലം കർഷകർ സംഘടിച്ചുകൊണ്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി മുതൽ നീലം കൃഷി ചെയ്യുന്നില്ല എന്ന്. ഓക്കെ, ഞങ്ങൾ ഇത്രയേറെ വലിയ പ്രയാസത്തിലാക്കി മാറ്റിയ നീലം കൃഷി, ഒരു കാലഘട്ടത്തിൽ നല്ല വില ലഭിച്ചിരുന്ന, എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ പട്ടിണിക്ക് കാരണമായിട്ടുള്ള നിങ്ങളുടെ വാക്കുകേട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നീലം കൃഷി ഇനി മുതൽ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് ബംഗാളിലെ കർഷകർ സംഘടിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, രോഷാകുലരായ നാട്ടുകാർക്ക് അരിശം മൂത്ത്, എന്താ ബ്രിട്ടീഷുകാരോടുള്ള അടങ്ങാത്ത ദേഷ്യം. അങ്ങനെ നീലം കർഷകർ സംഘടിച്ചുകൊണ്ട് അമ്പും വില്ലും വാളും കത്തിയും ഒക്കെ എടുത്തിട്ട് അവർ ബ്രിട്ടീഷുകാരുടെ നീലം ഫാക്ടറികൾ, അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ധാരാളമായി നീലം ഫാക്ടറികളൊക്കെ നിർമ്മിച്ചിരുന്നു. ഈ നീലം ഫാക്ടറികളൊക്കെ നമ്മളെ ഇന്ത്യക്കാരായ നീലം കർഷകരെ ആക്രമിക്കുകയും തീ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇത്തരത്തിലുള്ള ഈ സമരങ്ങളിൽ നീലം കർഷകരുടെ ഈ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തിൽ സ്ത്രീകളൊക്കെ പങ്കെടുത്തിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങള് ഈ കർഷക കലാപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നീലം കർഷകരുടെ കലാപത്തിൽ നടന്ന വർഷം 1859 ബംഗാളിലാണ്. ഓക്കെ, ഇപ്പൊ നീലം കർഷക കലാപത്തിന് കാരണം മനസ്സിലായല്ലോ. ഓക്കെ, ഇന്ത്യയിലെ കൃഷിയിടങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ പ്രധാനപ്പെട്ട വിള നീലമായിരുന്നു. നീലത്തിന് ആദ്യം നല്ല വിലയായിരുന്നു, നല്ല ഡിമാൻഡായിരുന്നു, വില കിട്ടുമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരെ ഏജന്റുമാരുടെ ഇടപെടൽ മൂലം കർഷകർക്ക് വരുമാന നഷ്ടമുണ്ടാകുന്നു. കൂടാതെ കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണ്ട, നീലം തീരെ ആവശ്യമില്ലാതെയായി മാറി. അതോടുകൂടി ഇന്ത്യയിലെ നീലം കർഷകര് അവര് വിളയിച്ചെടുത്ത നീലം നോക്കി അന്തം വിട്ട് നിൽക്കാൻ തുടങ്ങി. ഇത് എന്ത് ചെയ്യും, ഇന്ത്യക്കാർക്കാണ് ഇതിന്റെ ഒരു ആവശ്യമില്ല, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകല്ലോ എന്ന് കരുതി മാത്രമാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് വേണ്ട. ഓക്കെ, 1859 ബംഗാളിലെ നീലം കർഷകർ സംഘടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുന്നു. ബ്രിട്ടീഷുകാരുടെ നീലം ഫാക്ടറികളെ അമ്പും വില്ലും വാളും കത്തിയും ഒക്കെ എടുത്ത് ആക്രമിക്കുന്നു. ഒരുപാട് ഫാക്ടറികൾക്ക് തീയിടുന്നു. ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്യുന്ന ആളുകളെയും ഒക്കെ ഈ കലാപകാരികൾ ബഹിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെ ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ നീലം കർഷകർ സംഘടിച്ചുകൊണ്ട് കലാപം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള ധാരാളം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൊക്കെ ഗ്രാമങ്ങളിലേക്ക് എത്തി. ഗ്രാമങ്ങളിൽ കലാപം നടത്തുന്ന ഈ കലാപകാരികൾക്ക് ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. നമുക്ക് വിദ്യാസമ്പന്നരായ കൊൽക്കത്ത നഗരത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഗ്രാമങ്ങളിലേക്ക് വന്നിട്ട് നീലം കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരുപാട് സമയങ്ങളിൽ എന്ത് ചെയ്തു, തുടർച്ചയായി നീലം കർഷകരുടെ കലാപം നടക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ തന്നെ എന്ത് ചെയ്തു, ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്തുകൊണ്ടാണ് ഇപ്പൊ തുടർച്ചയായിട്ട് നീലം കർഷകരുടെ കലാപം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ, ബ്രിട്ടീഷുകാർ അംഗങ്ങളായ ഒരു കമ്മീഷനെ വെക്കുന്നു. അങ്ങനെ കമ്മീഷന്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ കമ്മീഷൻ കണ്ടെത്തി എന്താ, ഇനി മതി നീലം, ഈ ലാഭകരമല്ലാത്ത നീലം കൃഷി ഇനി കർഷകർ ചെയ്യേണ്ടതില്ല. ലാഭം കിട്ടാത്തത് കൊണ്ടാണ് കർഷകർ പ്രയാസത്തിലായത്, അതുകൊണ്ടാണ് കർഷകർ കലാപം നടത്തുന്നത് എന്ന് ബ്രിട്ടീഷുകാരനായ കമ്മീഷൻ തന്നെ കണ്ടെത്തി. അതോടുകൂടി നീലം കൃഷി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതോടെ ആ കമ്മീഷന്റെ റിപ്പോർട്ടോട് കൂടി ഇനി നീലം കൃഷി ചെയ്യേണ്ട എന്ന ഒരു ഉത്തരവോടുകൂടി ബ്രിട്ടീഷുകാർ നിന്ന് തടിയൂരി. പക്ഷേ ഇന്ത്യയിലെ കർഷകരുടെ ദുരിതങ്ങൾ തീരുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, തങ്ങളുടെ കൃഷിഭൂമിയുടെ വലിയ ഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ച കർഷകരുണ്ട്. അവര് തീരാ പട്ടിണിയിലായിട്ട്, തീരാ ദുരിതത്തിലായിട്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇതാണ് നീലം കർഷകരുടെ കലാപം. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൃഷിയുടെ വാണിജ്യവൽക്കരണവും നീലം കർഷകരുടെ കലാപവുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കർഷക കലാപങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് മലബാർ കലാപവും കുറിച്യ കലാപവും സന്താൽ കലാപവും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.